കൊച്ചി നഗര റോഡുകൾ മുറിച്ചു കടക്കുന്നവരുടെ ജീവന് പുല്ലുവിലയാണ്. കാൽനട യാത്രക്കാരുടെ ഏറ്റവും സുരക്ഷിത മേഖലയെന്ന് പറയുന്ന സീബ്ര ലൈനുകൾ പോലും കൊച്ചിയിൽ അപകട മേഖലകളാണ്. ഇവിടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് രാവിലെയാണ്. എല്ലാം കൂടി ഒരുമിച്ച് വന്നാലല്ലേ ഒരു പിടുത്തവും ഇല്ല. എങ്ങനെ കിടക്കണ്ടേന്ന് ഒരു പിടുത്തവും ഇല്ല. പിന്നെ കഴിഞ്ഞല്ലേ പിള്ളേരുടെയും കെട്ടിയാൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും നമ്മ രക്ഷപ്പെട്ട് ഓരോ ദിവസം വീട്ടിൽ ചെല്ലണത്. വീട്ടിൽ നിന്ന് തിരിച്ചു ചെല്ലാന്ന് പറയാനൊന്നും പറ്റിയില്ല. ഇങ്ങാട് പോരണ വരവിന് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടാന്ന് പറയണേ. സ്കൂള് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 ട്രാഫിക് പോലീസെങ്കിലും ഇവിടെ നിൽക്കേണ്ടി വരും. കാരണം പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് ഈ സൈഡിലോട്ട് നിൽക്കേണ്ടി വരും. അതിന് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. സീബ്ര ലൈനുകളിൽ യാത്രക്കാരെ വാഹനമിടിച്ചു വീഴ്ത്തുന്നത് കൊച്ചിയിൽ പുതിയ വാർത്തയല്ല. ഗതാഗത നിയമങ്ങൾ പാലിക്കാത്ത സ്വകാര്യ ബസ്സുകൾക്ക് സീബ്ര ലൈനുകളൊന്നും വിഷയമേ അല്ല. നഗരം തിരക്കിലമരുന്ന രാവിലെയും വൈകിട്ടും പോലും യാത്രക്കാരെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കാൻ പോലീസുകാർ എത്തുന്നത് വല്ലപ്പോഴും മാത്രം. കാത്തുനിന്ന് മടുക്കുമ്പോൾ കൊച്ചുകുട്ടികളടക്കമുള്ളവർ ദാ ഇതുപോലെ കണ്ണും പൂട്ടിയങ്ങ് റോഡ് മുറിച്ചു കിടക്കും. പനമ്പള്ളി നഗറിലും കടവന്ത്രയിലെ പ്രധാന ജംഗ്ഷനുകളിലുമൊന്നും സീബ്ര ലൈനുകളില്ല. സീബ്ര ലൈനുകൾ അനുവദിക്കേണ്ടത് ട്രാഫിക് പോലീസാണെന്ന് നഗരസഭ പറയുന്നു. പക്ഷേ ഗതാഗത തിരക്ക് കുറയ്ക്കാനാണ് കൂടുതൽ സീബ്ര ലൈനുകൾ അനുവദിക്കാത്തതെന്നാണ് പോലീസിന്റെ പക്ഷം. റോഡിനപ്പുറം കടക്കാൻ വാഹനങ്ങൾക്കിടയിൽ ജീവൻ പണയപ്പെടുത്തി ഞാണിന്മേൽ കളി നടത്തുന്ന സാധാരണക്കാരന്റെ ദുരിതം ആരും കാണുന്നില്ലെന്ന് മാത്രം. മീ ടു മാത്യു,